നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുടേതാണ്. നമുക്ക് പരാതി നോക്കാം. ഞാൻ 1990 ചേർത്തല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് മുടങ്ങാതെ പുതുക്കി വരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എന്റെ സീനിയോറിറ്റി കാലാവധി തീരുന്നതിന്റെ ഭാഗമായി 2025 ഒക്ടോബർ മാസത്തിൽ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിന് സമീപത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് PTCM തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടത്തിയിരുന്നു. അതെന്റെ അവസാനത്തെ അവസരമായിരുന്നു. എന്റെ ഭർത്താവ് 14 വർഷമായി സ്ട്രോക്കിന് ചികിത്സ നടത്തി വരുന്ന ആളാണ്. എന്റെ മകനും കഴിഞ്ഞ 9 വർഷമായി മെഡിക്കൽ കോളേജിൽ ഒരു അസുഖത്തിന് ചികിത്സയിലുമാണ്. എന്റെ അച്ഛനും പലവിധ രോഗങ്ങളായി 40 വർഷമായി സുഖമില്ലാതെ ഇരിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു തട്ടുകട നടത്തിയാണ് ഉപജീവനം നടത്തി വരുന്നത്. ഇപ്പോൾ എനിക്കും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ എന്നെ ഇന്റർവ്യൂ എടുത്ത ഓഫീസറോട് പറഞ്ഞിരുന്നതാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് അതിനെക്കുറിച്ച് യാതൊരുവിധ അറിയിപ്പും ലഭിക്കാത്തതിനെ തുടർന്ന് DDE ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ കിട്ടിയ മറുപടി എന്റെ പേര് ലിസ്റ്റിലില്ല എന്നും നിയമനം ലഭിച്ചവർക്കെല്ലാം തന്നെ ഓർഡർ നൽകിയിട്ടുണ്ട് എന്നും അവർ അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുമാണ്. ഏകദേശം 40ഓളം പേർ പങ്കെടുത്ത ഇന്റർവ്യൂവിന് 22 വേക്കൻസിയാണ് ഉള്ളത് എന്നാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. എനിക്ക് അർഹത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് അർഹതയുണ്ടായിട്ടും ഈ അവസരം നഷ്ടപ്പെട്ടത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ട് ജോലി ലഭിച്ചില്ല എന്ന ഈ പരാതിക്ക് മറുപടി നൽകുന്നു ആലപ്പുഴ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്ന CK മുരളി. ജില്ലയിൽ 23ഓളം PTCMന്റെ വേക്കൻസി ഉണ്ടായിരുന്നു. അത് നമ്മൾ എംപ്ലോയ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെന്റിന് ഓരോ സംവരണാടിസ്ഥാനത്തിൽ ഈ വേക്കൻസികളെ തരംതിരിച്ചിട്ട് ഓരോരോ വിഭാഗങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ട് ആ വിഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെയാണ് നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഈ അപേക്ഷക ഓപ്പൺ പ്രയോറിറ്റിയിലാണുള്ളത് ജനറൽ വിഭാഗത്തിൽ. ആ ജനറൽ വിഭാഗത്തിൽ 5 വേക്കൻസികളാണ് ഈ 23-ത്തെ 5 എണ്ണം ആ വിഭാഗത്തിലേക്ക് ആ സംവരണത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ മാറ്റിവെച്ചതിൽ 90 ആളുകളുടെ ലിസ്റ്റാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഈ 90 ആൾക്കാരിലെ ഏകദേശം 99% ഉദ്യോഗാർത്ഥികളും എലിജിബിൾ ആണ്. പക്ഷെ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയില്ല. എല്ലാവരും അർഹരാണെങ്കിൽ കൂടി അതിൽ ഏറ്റവും അർഹരായവരെ തിരഞ്ഞെടുത്തിട്ട് എല്ലാ മാർക്കിന്റെയും ഓരോരോ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 5 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഉദ്യോഗാർത്ഥി 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. ഏകദേശം ഭൂരിഭാഗം ആളുകൾ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കാരണം ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് LP സ്കൂളുകളിലും ഒക്കെ ആണ് ഈ വേക്കൻസികൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ 462ഓളം ആളുകൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ആ ആളുകളെ മുഴുവൻ ഇന്റർവ്യൂ ചെയ്ത് അതിൽ ഏറ്റവും അർഹരായ ഈ സംവരണാടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ജോലി കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പരാതി നോക്കാം. കൂവപ്പാറയിൽ നിന്നും കുഞ്ഞുമോളാണ് പരാതിക്കാരി. ഞാൻ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കൂവപ്പാറക്കരയിൽ 5-ാം വാർഡിലെ 373-ാം നമ്പർ വീട്ടിലെ സ്ഥിര താമസക്കാരിയാണ്. എനിക്ക് 1 ഏക്കർ പട്ടയരഹിത ഭൂമിയാണുള്ളത്. ഇതിൽ വീടുമുണ്ട്. എന്റെ പരാതി ഇപ്രകാരമാണ്. ധാരാളം വന്യമൃഗങ്ങളെത്തി വ്യാപകമായ രീതിയിൽ കൃഷിയും മറ്റും പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. പറമ്പിൽ വന്യജീവികളെ കൊണ്ട് ബുദ്ധിമുട്ടായതിനാൽ യാതൊന്നും കൃഷി ചെയ്യാനാവുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിയുന്നത്. കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട കൂവപ്പാറ പ്രദേശത്ത് വനാതിർത്തികളിൽ വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് തകർന്ന് പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. കാട്ടാനകൾ വ്യാപകമായി ഫെൻസിംഗ് തകർക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് കൃഷി ചെയ്ത് ജീവിക്കാനാവാത്ത അവസ്ഥയാണ് ഉള്ളത്. പലയിടത്തും ഞാൻ ഇത് സംബന്ധിച്ച് പരാതികൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ജീവൻ ഭയന്നാണ് ഞാൻ വീട്ടിൽ കഴിയുന്നത്. ആയതിനാൽ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാകുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പരാതിക്കാരി താമസിക്കുന്ന സ്ഥലത്ത് വന്യമൃഗങ്ങൾ എത്തി കൃഷിക്കും വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ഈ പരാതി നിയമവേദി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ PVയുമായി സംസാരിച്ചു. അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്. ഈ വിഷയത്തില് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വർഷവും വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നടപ്പാക്കി വരുന്നുണ്ട്. സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഇത് കൂടാതെ ഉൽപാദന മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉൽപാദന
മേഖലയിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യക്തിഗത ആനുകൂല്യമായിട്ട് സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇതും കൂടാതെ കൃഷി വകുപ്പും ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്ന് പ്രശ്ന പരിഹാരത്തിനായി ഈ വിഷയങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. കൂടാതെ MP MLA ഫണ്ടുകൾ ഉപയോഗിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് ഫ്രഞ്ച് മുതലായവയെല്ലാം ഈ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്നുണ്ട്. ഈ പരാതിക്കാർക്ക് ഈ വ്യക്തിഗത ആയിട്ടാണല്ലോ ആനുകൂല്യം നൽകുന്നത്. മറ്റൊരു ഏരിയ ബേസ്ഡാണ് ചെയ്യുന്നത്. ഒരു ഏരിയയിലെ കുറെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഇത് വ്യക്തിഗതമായിട്ടാണല്ലോ പരാതി എന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വ്യക്തിഗത ഗ്രാമസഭയിൽ അദ്ദേഹത്തിന് അപേക്ഷ കൊടുത്ത് കൃഷി വകുപ്പുമായി ചേർന്ന് ആനുകൂല്യത്തിന് വേണ്ടി ശ്രമിക്കാം. GST നിയമങ്ങൾ, GST നിയമത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഭേദഗതികൾ, ഇവയെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകനും GST കൺസൾട്ടന്റുമായ ഡോക്ടർ KS ഹരിഹരൻ സംസാരിക്കുന്നു. ഇന്ത്യയുടെ നികുതി ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ പരിഷ്കാരമാണ് GST. 2017 GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെങ്കിൽ ചരക്കു സേവന നികുതി നടപ്പിലാക്കിയതിനു ശേഷം വരുന്ന ഏറ്റവും വലിയ മാറ്റമാണ് 2025 സെപ്റ്റംബർ 22 മുതൽ GST രണ്ടാം ഘട്ടം എന്ന പേരിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. നെക്സ്റ്റ് ജനറേഷൻ GST പരിഷ്കാരം എന്നും ഇതിനെ പറയാം. കഴിഞ്ഞ 8 വർഷമായി GSTയിൽ ഉദ്യോഗസ്ഥരും സർക്കാരും നികുതിദായകരും നികുതി പ്രൊഫഷണലുകളും നേരിട്ട കാതലായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് GST സെക്കൻഡ് എഡിഷൻ എന്ന് പറയുന്ന രണ്ടാം പരിഷ്കാരങ്ങൾ. GST സപ്ലൈയുടെ അഥവാ വിതരണത്തിന്റെ നികുതിയാണ്. ഒരു ഉൽപ്പന്നമോ സേവനമോ കൈമാറ്റം ചെയ്യപ്പെടുന്ന സപ്ലൈ എന്ന പ്രക്രിയയിലാണ് GST ബാധകമാകുന്നത്. GST നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ സെയിൽസ് ടാക്സ്, വാറ്റ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ് തുടങ്ങിയ പലവിധ നികുതി നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. വാറ്റ് അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് നിയമത്തിൽ സാധനങ്ങളുടെ വാങ്ങലും വിൽക്കലും മാത്രമേ നികുതിയുടെ പരിധിയിൽ വന്നിരുന്നുള്ളൂ. സേവനങ്ങൾക്ക് സർവീസ് ടാക്സ് ആയിരുന്നു ബാധകമായിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പഴയ നികുതി സംവിധാനം ബിസിനസ്സുകാർക്ക് ഒരുപാട് സങ്കീർണതകൾ പ്രദാനം ചെയ്തിരുന്നു. ഒരു ഉൽപാദകനോ അല്ലെങ്കിൽ ഇമ്പോർട്ടറോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബിസിനസ്സുകാരൻ GST കാലഘട്ടത്തിന് മുൻപ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം എന്ന് വന്നാൽ ഓരോ സംസ്ഥാനത്തും ചെന്ന് അവിടെ വാറ്റ് രജിസ്ട്രേഷനും CST രജിസ്ട്രേഷനും മറ്റ് പലവിധ രജിസ്ട്രേഷനുകളും എടുക്കണമായിരുന്നു. അങ്ങനെ 28 സംസ്ഥാനത്തും 28 GST രജിസ്ട്രേഷൻ എടുക്കുകയും 28 അല്ലെങ്കിൽ അതിലധികം റിട്ടേണുകൾ മാസാമാസം കൊടുക്കുകയും അതേപോലെ അതാത് സംസ്ഥാനങ്ങളിൽ കണക്കുകൾ അവതരിപ്പിക്കുകയും ഫൈനൽ അസസ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് 2017 GST സിംഗിൾ ടാക്സ് ത്രൂ ഔട്ട് ഇന്ത്യ ആയി കൊണ്ടുവന്നത്. ഇന്ന് ഒറ്റ GST രജിസ്ട്രേഷനിൽ വേണമെങ്കിൽ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പോലും പഴയ വാറ്റ് നിയമത്തിന്റെ സങ്കീർണതകൾ വെച്ച് നോക്കുമ്പോൾ, സംരംഭകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വെച്ച് നോക്കുമ്പോൾ GST ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയുടെ മുന്നേറ്റം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി മാറി. എല്ലാ പരോക്ഷ നികുതികളും ഒരു കുടക്കീഴിൽ വന്നു കഴിയുമ്പോൾ ബിസിനസ്സുകാർക്ക് തീരുമാനങ്ങൾ എടുക്കാനും സർക്കാരുകൾക്ക് നികുതി സ്രോതസ്സിന്റെ കണക്കുകൾ കൃത്യമായി ലഭിക്കാനുമൊക്കെ ഇടവരും. GSTയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഒരിക്കൽ കൊടുത്ത നികുതി അടുത്ത ഘട്ടത്തിൽ കിഴിച്ച് ബാക്കി നികുതി അടച്ചാൽ മതി എന്നുള്ളതാണ്. ഒരു പർച്ചേസിലോ ഇൻവേർഡ് സപ്ലൈയിലോ കൊടുക്കുന്ന നികുതിയെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ചെയ്യുന്ന സപ്ലൈയിൽ അടയ്ക്കേണ്ട നികുതിയാണ് ഔട്ട്വേർഡ് സപ്ലൈ. ഔട്ട്വേർഡ് സപ്ലൈയിൽ നിന്നും ഇൻവേർഡ് സപ്ലൈയിൽ അടച്ച നികുതി കുറച്ച് ബാക്കി തുക അടച്ചാൽ മതി. ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈയിൽ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുമ്പോൾ അടയ്ക്കുന്ന നികുതിയാണ്. അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭ്യമാകുന്നു എന്നതാണ് GSTയിലെ ഏറ്റവും
അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്. അതേപോലെ 2025 സെപ്റ്റംബറിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് 2 ഘടകങ്ങളിലാണ്. ഒന്ന്, ധാരാളം നികുതി റേറ്റുകൾ നിലവിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാലും മേജറായിട്ടുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും 5% അല്ലെങ്കിൽ നികുതി ഒഴിവാക്കി നില്ലിൽ അല്ലെങ്കിൽ സീറോയിൽ, അതുമല്ലെങ്കിൽ 18% എന്ന കാറ്റഗറിയിലെ പ്രധാന നികുതികളെ എല്ലാം കൊണ്ടുവന്നു. ബാക്കി നികുതി ആയ 0.25, 1%, 3%, 6%, 12%, 18%, 40%, 28% പ്ലസ് സെസ് ഒക്കെ തന്നെ ഇപ്പോ നാമമാത്രമായി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പ്രധാന സാധനങ്ങളെല്ലാം 5%-ലോ 18%-ലോ അതുമല്ലെങ്കിൽ സീറോ റേറ്റിലേക്കോ കൊണ്ടുവന്നു. ഇതിന്റെ അടുത്ത ഒരു ഘട്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് 1-2 റേറ്റുകളിലേക്ക് മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി കൊണ്ടുവരിക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൊസീജറിൽ പലപ്പോഴും നിയമത്തിലുണ്ടാകും, ചട്ടങ്ങളിലുണ്ടാകും, പക്ഷെ നടപ്പാക്കുന്നതിൽ കാലതാമസം GSTയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പോലെയുള്ള കാര്യങ്ങളിൽ ഇൻപുട്ടിന്റെ റീഫണ്ട് ലഭ്യമാക്കുന്നതിന് അപേക്ഷ കൊടുത്ത് 7 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ റീഫണ്ട് കിട്ടിയിരിക്കണം എന്ന നിഷ്കർഷ GSTയിൽ കൊണ്ടുവന്നു. ഇത് ബിസിനസ്സുകാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. എക്സ്പോർട്ടിലും അതേപോലെ തന്നെ റീഫണ്ടിന് കാലതാമസം ഉണ്ടാകരുത് എന്ന് GSTയിൽ വരുമ്പോൾ ബിസിനസ്സുകാർക്ക് ഈ അപ്ലിക്കേഷൻ കൊടുത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ തൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് GSTയിൽ അധികമടച്ച തുക കിട്ടും എന്ന് വരുമ്പോൾ കോൺഫിഡൻസ് കൂടും. ഇത് അവരുടെ പർച്ചേസ് കപ്പാസിറ്റി കൂട്ടും, ടേൺ ഓവർ കൂട്ടും. അങ്ങനെ പ്രൊസീജറലായിട്ടുള്ള താമസങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ ചട്ടങ്ങൾ ഇറക്കി. അത് ഇപ്പോഴത്തെ പരിഷ്കാരത്തിൽ വളരെയേറെ ഗുണം ചെയ്യും. GST രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്താൽ പലപ്പോഴും ഒരുപാട് കാലതാമസം ഉണ്ടാകും. ആ കാലതാമസം ഒഴിവാക്കാൻ അപേക്ഷ കൊടുത്ത് 3 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ അപേക്ഷകന് രജിസ്ട്രേഷൻ കൊടുക്കണം എന്ന നിഷ്കർഷയും GSTയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ പേർ GSTയിലേക്ക് വരും. GST നെറ്റ്വർക്കിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സത്വര നടപടികൾ GSTയിൽ തീരുമാനമായിട്ടുണ്ട്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്താണെന്ന് കൂടി ഒന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുടെ റോ മെറ്റീരിയലിന്റെ റേറ്റ് ഓഫ് ടാക്സ് 18%, ആ പ്രൊഡക്റ്റിന്റെ റേറ്റ് ഓഫ് ടാക്സ് 5% ആണ് എങ്കിൽ 5% കഴിഞ്ഞ് വരുന്ന 18%ത്തിന്റെ ബാക്കി തുക എക്സസ് ആയിട്ട് GST നെറ്റ്വർക്കിൽ കിടക്കും. ഈ തുക ഇപ്പോഴത്തെ മാറ്റങ്ങൾ അനുസരിച്ച് സമയബന്ധിതമായി ആ അസസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കണം. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലെ വർഷങ്ങളായി കിടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. റീഫണ്ട് സമയബന്ധിതമായി കിട്ടിയാൽ തന്നെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ബിസിനസ്സുകാർക്ക് വലിയ ആശ്വാസം ഏകും. അതേപോലെ ഈ ഇൻവോയ്സിംഗ്, ഡിജിറ്റലൈസ്ഡ് ഫയലിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കല്, അതിൽ നടപടിയെടുക്കല്, ഡാറ്റ മൈനിങ് തുടങ്ങിയ ഒരുപാട് അഡ്വാൻസ്ഡ് ഇംപ്ലിമെന്റേഷൻ GSTയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. 2025 സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നികുതി സ്ലാബുകൾ പുനർനിർണയിച്ചിരിക്കുന്നു. ഇതുവരെ നിലവിലുണ്ടായിരുന്ന സങ്കീർണമായ നികുതി നിരക്കുകൾക്ക് പകരം GST ഘടനയിലെ നിത്യോപയോഗ സാധനങ്ങൾ ഇനി മുതൽ ലളിതമായ 2 സ്ലാബുകളിൽ ചുരുങ്ങുകയാണ്. അതായത് 18%, 5% എന്നീ 2 നിരക്കുകൾ പഴയ 28ഉം 12ഉം അങ്ങനെയുള്ള സ്ലാബുകളിലേക്കുള്ള വസ്തുക്കളുടെ എണ്ണം കാര്യമായി കുറച്ചിരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ, പാൻ, മസാല, ലഹരി പാനീയങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്ക് 40% നികുതി സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിലനിർത്തുന്നതിനോടൊപ്പം സർക്കാരിന്റെ വരുമാനം സന്തുലിതമാക്കാനും ഇത്തരം നടപടികൾ സഹായിച്ചിട്ടുണ്ട്. അടുക്കളയിലും വീട്ടിലും ഉണ്ടാകുന്ന ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഗുണപരമായ നികുതി മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോപ്പ്, ടൂത്ത്പേസ്റ്റ്, ഷാംപൂ തുടങ്ങിയവയുടെ നികുതി 5% കുറച്ചു. പാക്കറ്റിലുള്ള ഇന്ത്യൻ ബ്രെഡുകൾ, റൊട്ടി, ചപ്പാത്തി തുടങ്ങി തൈര്, പനീർ, പാൽ എന്നിവയുടെ നികുതി 5% ആക്കുകയോ അല്ലെങ്കിൽ ചില പ്രധാന നിത്യോപയോഗ സാധനങ്ങളുടെ
റേറ്റ് ഓഫ് ടാക്സ് നിൽ ആക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണക്കാരുടെ കയ്യിൽ പണം മിച്ചം വെക്കാനും അവരുടെ വാങ്ങൽ ശേഷി അഫോർഡബിലിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. മരുന്നുകൾക്ക് അതേപോലെ തന്നെ ചികിത്സാ ചിലവുകളും നികുതിയിൽ ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞു. ജീവൻ രക്ഷാ മരുന്നുകളുടെയും മറ്റ് അവശ്യ മരുന്നുകളുടെയും നികുതി 12% നിന്ന് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 5% കുറച്ചു. ഏറ്റവും വലിയ ആശ്വാസം ഇൻഷുറൻസ് മേഖലയിൽ വ്യക്തിഗത ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ എന്നിവയെ GSTയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. ഇത് കുടുംബങ്ങൾക്ക് വലിയൊരു സുരക്ഷയാണ് നൽകുന്നത്. ഇതുകൂടാതെ കണ്ണടകൾ, തെർമോമീറ്റർ തുടങ്ങിയ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ നികുതിയും 5% കുറച്ചു. ഇരുചക്ര വാഹനങ്ങൾ, ചെറിയ കാറുകൾ എന്നിവയുടെ നികുതി 28% നിന്ന് 18% കുറച്ചു. സെസ്സിന്റെ ഗുണങ്ങളും ഇവിടെ കിട്ടും. TV, AC, ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ നികുതിയും 28 നിന്ന് 18% കുറച്ചു. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിമെന്റിന്റെ നികുതി 28% നിന്ന് 18% വലിയ ആശ്വാസമാകും. നമ്മുടെ അന്നദാതാക്കളായ കർഷകർക്ക് കൃഷിച്ചെലവ് കുറയ്ക്കാൻ വലിയ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ട്രാക്ടറുകൾ, കാർഷിക യന്ത്രങ്ങൾ, ജലസേചന ഉപകരണങ്ങൾ എന്നിവയുടെ നികുതി 12% നിന്നും 5% കുറച്ചു. ഇത് കാർഷിക മേഖലയെ ആധുനീകരിക്കാനും ഉൽപാദന ചെലവ് കുറയ്ക്കാനും. നോട്ട് ബുക്കുകൾ, പെൻസിലുകൾ, മാപ്പുകൾ തുടങ്ങി പഠന സാമഗ്രികളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി. ജിം, സലൂൺ, ഹോട്ടൽ താമസങ്ങൾ എന്നിവയുടെ നികുതി 18% നിന്നും 5% കുറച്ചു. ബിസിനസ്സുകാർക്ക്, പ്രത്യേകിച്ച് കയറ്റുമതിക്കാർക്ക് തടസ്സമില്ലാത്ത പണമൊഴുക്ക്, ക്യാഷ് ഫ്ലോ ഉറപ്പാക്കാൻ റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കി. റീഫണ്ട് നൽകുന്നത് സമയബന്ധിതമാക്കിയിരിക്കുന്നു. കയറ്റുമതിക്കാർക്ക് 90% റീഫണ്ടും പ്രൊവിഷണലായി മുൻകൂട്ടി നൽകാനുള്ള സംവിധാനം പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപ്പാക്കൽ കൂടുതൽ കൃത്യതയോടെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടങ്ങളിലെ ഭേദഗതികളും. നെക്സ്റ്റ് ജനറേഷൻ GST എന്നത് വെറുമൊരു നികുതി മാറ്റമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു ചെറിയ ഉത്തേജകം തന്നെയാണ്. കുറഞ്ഞ നികുതി, കൂടുതൽ ചെലവഴിക്കൽ, ലോവർ ടാക്സസ്, ഹയർ സ്പെൻഡിംഗ് എന്ന തത്വമാണ് ഇതിന് പിന്നിൽ. ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുമ്പോൾ വിപണിയിൽ ഡിമാൻഡ് കൂടും, വ്യവസായങ്ങൾ വരും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ്. സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ജീവിതവും ബിസിനസ്സുകാർക്ക് വളർച്ചയും ഉറപ്പാക്കുന്ന പുതിയ GST കാലഘട്ടം ആണ് ഈ മാറ്റങ്ങളിലൂടെ സ്വപ്നം കാണുന്നത്. GSTയെ നടപടിക്രമങ്ങളിൽ കുഴക്കി വൈകിപ്പിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ വൈകിപ്പിക്കൽ, റീഫണ്ട് വൈകിപ്പിക്കൽ, ഇവയൊക്കെ പരിഹരിക്കാനായി സമയബന്ധിതമായി GST രജിസ്ട്രേഷൻ നൽകൽ, റീഫണ്ട് അപേക്ഷിച്ച് 7 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ റീഫണ്ടിന്റെ സിംഹഭാഗവും കിട്ടുമെന്ന് ഉറപ്പാക്കൽ, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലെ റീഫണ്ട് സമയബന്ധിതമായി ബാങ്കിൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യൽ തുടങ്ങിയ വളരെ നിർണായകമായ തീരുമാനങ്ങൾ GST ഡിപ്പാർട്ട്മെന്റിലൂടെ നടപ്പാക്കാൻ GST കൗൺസിലിന്റെ പിൻബലത്തോടെ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. GSTയിൽ സമയബന്ധിതമായി കണക്കുകൾ സൂക്ഷിക്കാനും കണക്കുകൾ നോക്കി മാസാമാസം റിട്ടേണുകൾ നൽകാനും അർഹതയുള്ള ഇൻപുട്ടുകൾ മാത്രം എടുത്ത് മാസാമാസം അടയ്ക്കേണ്ട GST അടയ്ക്കാനും GSTയുടെ പോർട്ടലിൽ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നികുതിദായകർ സ്വയം പരിശോധിക്കാനും തയ്യാറെടുത്താൽ GST ബിസിനസ്സുകാരുടെ ഒരു കൂട്ടുകാരനാകും. അല്ലെങ്കിൽ ഇതൊന്നും നോക്കാതെ അനധികൃതമായി ഇൻപുട്ട് എടുക്കുകയോ വാങ്ങുന്ന സാധനങ്ങളുടെ ഇൻവോയ്സുകൾ കൃത്യമായി സൂക്ഷിക്കാതിരിക്കുകയോ GSTയുടെ കോംപ്ലിയൻസ് കൃത്യമായി നടപ്പാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ GST നിങ്ങളെ വെറുതെ വിടില്ല. കണക്കുകൾ എഴുതുക, റിട്ടേണുകൾ വിദഗ്ധരുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. താൻ വാങ്ങുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഇൻവോയ്സുകൾ, അതുപോലെ തന്നെ മറ്റു രേഖകൾ, കണക്കുകൾ ഇവയെല്ലാം കൃത്യതയോടെ ഒരു ബിസിനസ്സുകാരൻ 7 വർഷമെങ്കിലും സൂക്ഷിച്ചു വച്ചാൽ GSTയെ ഭയപ്പെടേണ്ടതില്ല. പുതിയ GSTയുടെ മാറ്റങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ പുതിയ സംരംഭകർ GST ഒരു തലവേദനയല്ലാതെ ഒരു കൂട്ടുകാരനായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് GST രണ്ടാം ഘട്ടം എത്തി നിൽക്കുന്നത്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ,
ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.